എങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഓരോ രാശിയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കാം. മേടത്തിനാണെങ്കിൽ വനങ്ങൾ, മലനിരകൾ, കാടുകൾ, ആടുകൾ മേയുന്ന പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശങ്ങൾ, ധാതുക്കൾ നിറഞ്ഞ ഭൂമി, അഗ്നിബാധയുള്ള സ്ഥലങ്ങൾ. ഇടവത്തിനാണെങ്കിൽ കന്നുകാലികൾ താമസിക്കുന്ന തൊഴുത്തുകൾ, കാർഷിക ഭൂമി, കൃഷിയിടങ്ങൾ, കർഷകർ ഒത്തുകൂടുന്ന സ്ഥലങ്ങൾ. മിഥുനത്തിൽ ചൂതുകളി കേന്ദ്രങ്ങൾ, വിനോദശാലകൾ, കിടപ്പറകൾ, കലകളും നൃത്തസംഗീതങ്ങളും നടക്കുന്ന വലിയ ഹാളുകൾ, ശില്പശാലകൾ. കർക്കിടകത്തിൽ ജലാശയങ്ങൾ, കിണറുകൾ, കുളങ്ങൾ, നദീതീരങ്ങൾ, മണൽത്തിട്ടകൾ, പച്ചപ്പുള്ള നീർത്തടങ്ങൾ. ചിങ്ങത്തിൽ കൊടുങ്കാടുകൾ, സിംഹങ്ങളും വന്യമൃഗങ്ങളും വസിക്കുന്ന ഗുഹകൾ, വലിയ മലനിരകൾ, മനുഷ്യവാസമില്ലാത്ത വിജന പ്രദേശങ്ങൾ. കന്നിയിൽ പച്ചപ്പുല്ല് നിറഞ്ഞ സ്ഥലം, സ്ത്രീകൾ വിനോദങ്ങളിൽ ഏർപ്പെടുന്ന ഇടങ്ങൾ, ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന കളപ്പുരകൾ, കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന ഇടങ്ങൾ. തുലാം കച്ചവട സ്ഥലങ്ങൾ, അങ്ങാടികൾ എന്നൊക്കെ പറയത്തില്ലേ, അത് വ്യാപാര സ്ഥാപനങ്ങൾ, നഗരങ്ങൾ, ലേലം വിളിക്കുന്ന സ്ഥലങ്ങൾ, വിമാനത്താവളങ്ങൾ അല്ലെങ്കിൽ വലിയ പാതകൾ. വൃശ്ചികത്തിലാണെങ്കിൽ ഭൂഗർഭാറകൾ, വിള്ളലുകൾ, വിഷജീവികൾ വസിക്കുന്ന മാളങ്ങൾ, ചതുപ്പുനിലങ്ങൾ, മാലിന്യങ്ങൾ തള്ളുന്ന സ്ഥലങ്ങൾ, ഒളിഞ്ഞിരിക്കുന്ന ഇടങ്ങൾ. ധനുവിലാണെങ്കിൽ രാജകൊട്ടാരങ്ങൾ, സൈനിക ക്യാമ്പുകൾ, യുദ്ധഭൂമി, ആയുധപ്പുരകൾ, ശിശാലകൾ അഥവാ കുതിരാലയങ്ങൾ, യജ്ഞശാലകൾ. മകരത്തിനാണെങ്കിൽ കാടുകളോട് ചേർന്നുള്ള നദീതീരങ്ങൾ, ചതുപ്പുകൾ, വന്യമൃഗങ്ങൾ വെള്ളം കുടിക്കാൻ എത്തുന്ന ജലാശയങ്ങൾ, ചെളി നിറഞ്ഞ പ്രദേശങ്ങൾ. കുംഭത്തിനാണെങ്കിൽ കുടങ്ങൾ സൂക്ഷിക്കുന്ന ഇടങ്ങൾ, ജലസംഭരണികൾ, മദ്യശാലകൾ, കുശവന്റെ ചൂളകൾ, ചൂതാട്ട കേന്ദ്രങ്ങൾ. മീനത്തിനാണെങ്കിൽ കടലുകൾ, വലിയ സമുദ്രങ്ങൾ, അഗാധമായ തടാകങ്ങൾ, പുണ്യനദികൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ. ഭൂചരരാശികൾ മേടം, ഇടവം, ചിങ്ങം, കന്നി, തുലാം, ധനു ഇവയാണ്. ജലചരരാശികൾ കർക്കിടകം, മകരം, മീനം ഇവയാണ്. അർദ്ധജല ഭൂഗർഭ രാശികൾ വൃശ്ചികം, കുംഭം, മിഥുനം ഇവയാണ്. ഇതൊക്കെ പ്രശ്നചിന്തകളിലും നമ്മൾ ജാതകമൊക്കെ നോക്കുമ്പോഴും വളരെയധികം ഗുണപ്രദമാണ്. ഇപ്പോൾ എവിടെ ആയിരിക്കും ഒരാൾ വസിക്കാനുള്ള സാധ്യത കൂടുതൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വസിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഉയർച്ച കിട്ടും. അങ്ങനെയൊക്കെ. ഇപ്പോൾ പ്രശ്നചിന്തകളിൽ മോഷ്ടിക്കപ്പെട്ട ഗ്രഹത്തിന്റെ രാശിയാധിപന്റെ വാസസ്ഥലം നോക്കിയാണ് വസ്തു ഇരിക്കുന്ന ദിശയും സ്ഥലവും നിർണയിക്കുന്നത്.